കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് ഈ കോഴിക്കോട് എലത്തൂരിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ഒന്നിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അവരെ ക്രൂരമായി കൊന്നുകളയുകയാണ് ചെയ്തത്. അയാളെ പോലീസ് പിടികൂടുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. യുവതിയുടെ മൃതദേഹം പ്രതിയായ വൈശാഖനും അയാളുടെ ഭാര്യയും ചേർന്ന് കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വൈശാഖിന്റെ ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകരിലേക്ക്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേർന്നുണ്ട്. പ്രസാദ്, സ്നേഹിച്ച് വഞ്ചിച്ച് അതിക്രൂരമായി കൊന്നുകളഞ്ഞ സംഭവമാണിത്. പ്രതി പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന നിർണായകമായ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ് പ്രസാദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് തന്നെ പറയാം. കാരണം പോലീസിന് ഇത് നേരത്തെ സതിലക്ഷ്മി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവരെ ഏറെക്കാലം വിവാഹിതനായ വൈശാഖൻ ഈ യുവതിയുമായും അടുപ്പത്തിലായിരുന്നു. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് അങ്ങനെയെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് വിളിക്കുകയും ജ്യൂസിൽ ഉറക്കുഗുളിക കൊടുത്ത് ഈ യുവതിയെ മയക്കിയതിനു ശേഷം രണ്ടുപേരും മരിക്കാൻ പോകുന്നു എന്ന വ്യാജേന ഇദ്ദേഹം രണ്ട് കുരുക്കുണ്ടാക്കുന്നു. ആ കുരുക്കിലേക്ക് ഇവരെ ഒരു ഘട്ടത്തിൽ അത് പിന്മാറുന്ന സമയത്ത്, അത് പിന്നീട് പോലീസിന് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാകുന്നത്, പിന്മാറുന്ന ഘട്ടത്തിൽ ഇവരെ ബലം പ്രയോഗിച്ച് സ്റ്റൂളിന്റെ മുകളിൽ കയറ്റുകയും ആ സ്റ്റൂൾ തട്ടിമാറ്റി അങ്ങനെ അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം പോലീസിനോടും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല. ഭാര്യയോട് വഴിക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ആത്മഹത്യാ ശ്രമം നടന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നെല്ലാം പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് ഇവർ ഈ ദൃശ്യത്തിൽ രണ്ടുപേരും ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസിനോട് ഇദ്ദേഹം നൽകിയ മൊഴി. അപ്പോൾ പോലീസിന് സ്വാഭാവികമായി സംശയം വന്നു, രണ്ടുപേരും ആത്മഹത്യാ ശ്രമം നടത്തിയതെങ്കിൽ അങ്ങനെ ഒരു ജീവൻ എടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹം തന്നെ ആ കാർ ഓടിച്ചു പോകുന്നു? ഒരിക്കലും അങ്ങനെ കഴിയില്ല എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതാണ് പോലീസിന് ആദ്യത്തെ സംശയം തോന്നാനുള്ള ഒരു കാരണം. പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ഈ സ്ഥാപനത്തിനകത്തെ CCTV ദൃശ്യങ്ങളിലാണ് വളരെ ക്രൂരമായി ഈ യുവതിയെ മർദ്ദിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിപ്പോൾ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ ഈ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണത് കൊലപാതകം ആണ് എന്നുള്ളത് പിന്നീട് പോലീസിന് വ്യക്തമാകുന്നത്. എന്തായാലും വളരെ അതിദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ആ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തും. ഓക്കെ, ശരി പ്രസാദ്, ശരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ സ്നേഹം നടിച്ചല്ലേ ഒരാള് ജീവിതമൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ അതും മറ്റൊരാൾക്കൊപ്പം ചേർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, മരിക്കാനൊക്കെ വിചാരിക്കണമെങ്കിൽ അത്രയും സ്നേഹമായിരിക്കില്ലേ ആ ബന്ധത്തിന്? അത്രയും ആഴത്തിലുള്ള സ്നേഹമായിരിക്കില്ലേ? അങ്ങനെ സ്നേഹിച്ച ഒരാളെ വിളിച്ചു വരുത്തി കൊന്നു കളഞ്ഞിട്ട് പിന്നീടുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ പിന്നെ ഭാര്യയെ വിളിച്ചു വരുത്തി രണ്ടുപേരും ചേർന്ന് ആ മൃതദേഹമൊക്കെ എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങൾ.